ഈ ലോകത്ത് ആകെ രണ്ട് വാക്കേ ഉള്ളൂ. ഒന്ന് ഹാപ്പിനെസ് ആൻഡ് രണ്ട് അൺഹാപ്പിനെസ്. ഈ രണ്ട് വാക്കിൽ കിടന്ന് കറങ്ങുകയാണ് ഈ ലോകം. ഈ രണ്ട് വാക്കിൽ കിടന്ന് കറങ്ങുകയാണ് ഈ ലോകം. മനുഷ്യന് കിട്ടേണ്ടത് ഹാപ്പിനെസ് ആണ്. പക്ഷേ അത് പലപ്പോഴും വിദ്യാഭ്യാസത്തിൻ്റെ സിലബസിൽ വന്നിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ വേണമെങ്കിൽ ഉദാഹരണത്തിന് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം. ഞാൻ അധിക സമയം എടുക്കില്ല. പ്രത്യേകിച്ച് മന്ത്രി വളരെ അധികം തിരക്കിലാണ്. നിങ്ങൾക്കറിയാം, മന്ത്രിമാരെന്ന് പറഞ്ഞാൽ തന്നെ തിരക്കിലായിരിക്കും. സ്വാഭാവികമായിട്ടും ഒരു കൂട്ടം കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. ഇപ്പം നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഈ സദസ്സിലാണ് ഇരിക്കുന്നത്. ഞാൻ ഹാപ്പിനെസ്സിന് ഉദാഹരണമാണ് പറയുന്നത്. എൻ്റെ പ്രസംഗം നീണ്ടു പോകുന്നു, തനി ബോറൻ പ്രസംഗവുമാണ്. ഹാപ്പി ആയിരിക്കുമോ അൺഹാപ്പി ആയിരിക്കുമോ? ഓക്കെ, മന്ത്രി പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയിടയ്ക്ക് ലൈറ്റ് പോകുന്നു. ഹാപ്പി ആയിരിക്കുമോ അൺഹാപ്പി ആയിരിക്കുമോ? Still happy. It is a wonderful. They said unhappy, no? So you are unhappy, right? ഞാനിതൊന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ലോകം ഇത് മനസ്സിലാക്കാതെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം പറയുന്നത്. അങ്ങനെ അവിടെ നിങ്ങൾ നോക്കുമ്പോൾ ചായ എങ്ങനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ആ ചായ എങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഹാപ്പി ആയിരിക്കുമോ അൺഹാപ്പി ആയിരിക്കുമോ? ഹാപ്പി. വന്ന് ചായ കുടിച്ച് നോക്കുമ്പോൾ ഒരു വസ്തുനും ആ ചായ പറ്റൂല. ഹാപ്പി ആയിരിക്കുമോ അൺഹാപ്പി ആയിരിക്കുമോ? എന്താ ഇപ്പൊക്കെ മനസ്സിലായത്? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഹാപ്പിനെസ് ഫാക്ടേഴ്സ് ആൻഡ് സാഡ്നെസ് ഫാക്ടേഴ്സ്. യെസ്, മന്ത്രി ഇങ്ങോട്ട് പോരുമ്പോൾ മന്ത്രിയുടെ കാറിൻ്റെ പിന്നാലെ സാന്ദർഭികമായി ഞാനും എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മന്ത്രി ആ രണ്ട് ലൈറ്റും വിട്ടുകൊണ്ടാണ് പോകുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? മാലോകരെ വിട്ടു നിന്നോളൂ എന്നാണ്. മന്ത്രിയുടെ പിന്നാലെ ഞങ്ങളും പോന്നു, കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട്. ഓരോ നിമിഷവും ഒന്നുകിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അൺഹാപ്പി ആയിരിക്കും. ഇത് അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഞാൻ ഇന്നലത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, രണ്ട് രാഷ്ട്രങ്ങൾക്കാണ് ഹാപ്പിനെസ്സിന് മന്ത്രിയുള്ളത്. മന്ത്രിയുടെ ശ്രദ്ധയിലും അത് വരട്ടെ. ഒന്ന്, UAEക്ക് ഹാപ്പിനെസ്സിന് മന്ത്രിയുണ്ട്, ഭൂട്ടാന് ഹാപ്പിനെസ്സിന് മന്ത്രിയുണ്ട്. അപ്പോയിന്റ് ആൻ ഹാപ്പിനെസ് മിനിസ്റ്റർ എന്ന് ഞാൻ പിണറായി വിജയൻ സാറിന് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. എനിക്ക് അത്രയല്ലേ കഴിയുള്ളൂ. യെസ്, അപ്പോൾ ഹാപ്പിനെസ് എന്നത് മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനത്തിൻ്റെയും ലക്ഷ്യമാണ്. നിങ്ങൾ ആരാവുകയാണെങ്കിലും നിങ്ങൾ എന്താവുകയാണെങ്കിലും. ആയതുകൊണ്ട് അതിന് ഒരു സെൻറ്റർ, ഒരു പക്ഷേ ഒരു ഹാപ്പിനെസ് സെൻറ്റർ ലോകത്ത് ആദ്യമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇവിടെ ആയിരിക്കും. ഞാൻ ഈ രംഗത്തേക്ക് എത്തിപ്പെടുന്നത് MSW 1977 കഴിഞ്ഞ് ഞാൻ കൗൺസിലിംഗ് തുടങ്ങി. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത ആളുകൾ പ്രശ്നപരിഹാരത്തിൽ വൈദഗ്ധ്യം നേടിയ ആളുകളുടെ സഹായത്തോടെ മനഃശാസ്ത്ര തത്വങ്ങളും തന്ത്രങ്ങളും ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ച് ജീവിതം സുഖകരമാക്കുന്നതിന് അവിടെ വരുന്ന വാക്കേതാ? ഹാപ്പിനെസ്. കൗൺസിലിംഗ് അതിനുള്ളതാണ്. ആരാ കൗൺസിലിങ്ങിന് വരിക? അൺഹാപ്പിയായ ആളുകളാണ് കൗൺസിലിങ്ങിന് വരുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കാറുണ്ട്, അല്ലേ? പ്രശ്നങ്ങൾ പരിഹരിക്കാറില്ലേ? ഞാൻ ചോദിക്കട്ടെ, പ്രശ്നം ഉണ്ടായാൽ എന്താ പ്രശ്നം? ആരെങ്കിലും ഒന്ന് മറുപടി പറയോ? പ്രശ്നം ഉണ്ടായാൽ എന്താ പ്രശ്നം? ഹാപ്പിനെസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഹാപ്പിനെസ് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് അസുഖം വരുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോകാറുണ്ട്, അല്ലേ? എന്തിനാ ആശുപത്രിയിൽ പോകുന്നത്?
ആശുപത്രിയിൽ പോകുന്നത് ആ സുഖത്തിലെ ആ എടുത്തു മാറ്റാനാണ്. ശരിയോ തെറ്റോ? അസുഖത്തിലെ ആ എടുത്തു മാറ്റാനാണ്, സുഖം കിട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ നീട്ടി പ്രസംഗിക്കുന്നില്ല. നമ്മൾ ഈ മേഖലയിൽ ഒരുപക്ഷെ ഇതൊരു പുതിയ രീതിയായിരിക്കും, ലോകത്ത് മുഴുവൻ വരേണ്ടതാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് ഉയർത്താനുള്ളത്, നിങ്ങളും ഒന്ന് ആലോചിച്ചിട്ട് മിനിസ്റ്റർ ഫോർ ഹാപ്പിനെസ്സിനെ കേരളത്തിൽ നിയമിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നുകൂടി ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.